നമസ്കാരം. സർവം സനാതനം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കന്നിമാസത്തിലെ ആയില്യം. പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നാഗരാജാവ് വാസുകിയുടെ ജന്മദിനമാണ് കന്നിമാസ ആയില്യം. ഭാരതീയ പുരാണപ്രകാരം പാതാളത്തിൽ വസിക്കുന്ന നാഗദൈവങ്ങളുടെ രാജാക്കളിൽ ഒന്നാണ് വാസുകി. വാസുകി കശ്യപ മുനിയുടെയും കദ്രുവിൻ്റെയും പുത്രനാണ്. ചൈനീസ് ജാപ്പനീസ് ഐതിഹ്യങ്ങളിൽ വാസുകി 8 മഹാനാഗങ്ങളിൽ ഒരാളാണ്. മറ്റുള്ളവർ നന്ദ അഥവാ നാഗരാജ, ഉപനന്ദ, സാഗര അഥവാ ശങ്കര, തക്ഷകൻ, ബലവാൻ, അനവതപ്ത, ഉത്പല എന്നിവരാണ്. വാസുകി തലയിൽ നാഗമാണിക്യം വഹിക്കുന്നു. വാസുകിയുടെ സഹോദരിയാണ് മാനസ. പാലാഴി മദനത്തിൽ കയറായത് വാസുകിയാണ്. പാഞ്ചാല ദേശത്തെ അഹിക്ഷേത്രയിൽ നിന്നും ഭാരതത്തിൻ്റെ ദക്ഷിണ ദിക്കിലേക്ക് കുടിയിറങ്ങി വന്ന ഒരു നാഗവംശം കശ്യപ സന്തതികൾ അവരുടെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവന്നതാണ് എന്നാണ് വിശ്വാസം. അങ്ങനെ പലയിടങ്ങളിൽ കുടിയിരുത്തപ്പെട്ട അഷ്ടനാഗങ്ങളെയും കരിമണി, മണിനാഗങ്ങളെയും നമ്മൾ കുലം അനുസരിച്ച് ആരാധിക്കുന്നു. നാഗക്ഷത്രിയ വംശം ഇന്നും അതിൻ്റെ പരമ്പരകളാൽ കുലദേവതകൾ അവരുടെ പ്രീതിക്കും കുലഗുരുവായ കശ്യപഗുരുവിൻ്റെ പ്രീതിക്ക് കാവുകളിൽ തിരിവെച്ച് തൊഴുത് നൂറും പാലും സമർപ്പിച്ചു സർപ്പബലിയും നൽകുന്നു. കന്നിമാസത്തിലെ ആയില്യ ദിനത്തിൽ സർപ്പപ്രീതിക്കായി ആരാധന നടത്താൻ ഏറ്റവും ഉത്തമമായ ദിനമാണിത്. സർപ്പപ്രീതി ലഭിച്ചാൽ സന്താന സൗഭാഗ്യവും മക്കൾക്ക് അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നും പുരാണങ്ങളും സർപ്പപ്രീതിയിലൂടെ സന്താന സൗഖ്യമുണ്ടാകുമെന്നും ജ്യോതിഷ ഗ്രന്ഥങ്ങളും പറയുന്നു. നാഗദേവതാ പ്രാധാന്യമുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ ഇന്ന് ആയില്യം പൂജ നടക്കും. പ്രസിദ്ധമായ മണ്ണാർശാല ആയില്യം ആചരിക്കുന്നത് തുലാം മാസത്തിലെ ആയില്യം നാളിലാണ്. ആയില്യം നക്ഷത്രം സർപ്പങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നാഗരാജാവിൻ്റെ നക്ഷത്രം ആയില്യമാണെന്നാണ് വിശ്വാസം. കന്നിമാസത്തിലെ ആയില്യം നാഗങ്ങൾക്ക് വളരെയധികം വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭക്തർ ഇന്ന് ദയവായി അടുത്തുള്ള കാവുകളിലോ അമ്പലങ്ങളിലോ ഏതാ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും എന്തുമായിക്കോട്ടെ, ഇന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരവും പ്രതിവിധിയും ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. എല്ലാവരും നല്ലവരായി ഇരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.